ഇവിടെ തോന്നുന്നു അത് വലിപ്പം കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടാൻ കിട്ടി വെക്കണേ. അപ്പോൾ ഞാൻ പറയാം നമ്മുടെ കടലൊക്കെ ഇളകിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മാൽച്ചൂണ്ടൻ്റെ പരിപാടി കേട്ടോ. അത് നമ്മൾ പാക്കറ്റിലാക്കി ഇറക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ട് 4-5 ചൂണ്ട ഇട്ടിട്ട് നമ്മുടെ പല്ലിക്കോര, മുട്ടിക്കോര, അതുപോലെ തന്നെ പൂയാൻ, ഏട്ട ഇങ്ങനെയുള്ള മീനുകളൊക്കെ. ഇനിയിപ്പോൾ ഇത് മെയിൻ സീസണാണ്. ഏത് കടപ്പുറത്ത് പുളിമുട്ടുകളിലാണെന്നുണ്ടെങ്കിലും കടലിലോട്ട് ചാരിയിട്ട് എറിയുകയാണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും മീൻ കിട്ടുന്നൊരു മെത്തേഡാണ് മാൽച്ചൂണ്ട. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഒരുപാട് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മളൊരു പ്രൊഡക്റ്റായിട്ട് തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ജേക്കൻ്റെ ഇതിൽ എന്താക്കുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെ മാൽച്ചൂണ്ടായിട്ട് കെട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഫുള്ള് സെറ്റാക്കിയിട്ട് ഞാനവിടെ ചൂണ്ടയിൽ സെറ്റാക്കി ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിവല് കഴിഞ്ഞിട്ട് ഇതുണ്ട്, ഒരു സ്ലീവ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കുടുങ്ങാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇത് കൊടുത്തിരിക്കുന്നത്, സ്ലീവ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മളൊരു മുത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ പല്ലിക്കോരൊക്കെ പരക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തിളക്കം കണ്ടിട്ടാണെങ്കിലും അടിക്കുക, ആരല്ലെങ്കിലും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതങ്ങനെ അതിൻ്റെ അടിയിൽ ഒരു ഈയം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് മാറ്റിക്കാണ്ടൊക്കെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്നാപ്പ് ലോക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഈ മാൽച്ചൂണ്ടൻ്റെ സീസൺ ആയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏരാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ചെമ്മീനാണ്. ചെമ്മീൻ, അതുപോലെ തന്നെ മത്തി, കൂന്തൾ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കോഴിക്കോടൽ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതിലിടാം. ഏറ്റവും സുഖം നമുക്ക് 4-5 ഇതിൽ 4 ഹുക്കിൻ്റെതാണ് കേട്ടോ. 3 ഹുക്ക് 4 ഹുക്കിലാണ് കൂടുതലായിട്ട് നമ്മൾ മാൽച്ചൂണ്ട ഉണ്ടാക്കാറുള്ളത്. 4 കുളത്തുള്ളതിൽ 4 എന്താ വേണം, ഇത് നമ്മളൊരു എന്താണ് പിച്ചളാൻ്റെയൊക്കെ പോലത്തെ ഒരു ഹുക്കാണ് കേട്ടോ. കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഹുക്കാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ചെമ്മി എല്ലാ ഇതിലും എന്താക്കണം, വെള്ളത്തിലും ചെമ്മിയാണ് നമ്മൾ ബൈറ്റായിട്ട് ഇടുന്നത്. ചെമ്മീൻ്റെ കൂടെ ഇതാണ് ഇവിടെ ഒരു കൂന്തലിൻ്റെ കഷ്ണം എങ്ങനെ പൊയ്ക്കണം അതിലൊന്ന് കൊടുത്തിട്ട് നോക്കാം. ഇന്നതൊന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയുള്ള മീനുകൾക്ക് എന്തിട്ട് കൊടുത്തൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വില എടുക്കുന്നതാണ്. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നമ്മൾ ചുമ്മാതാം എറിഞ്ഞതിൻ്റെ വെച്ച് നമ്മൾ വെയിൽ ക്ലോസ് ചെയ്തിട്ട് ഇത് പതിയെ അങ്ങനെ കാത്തിരിക്കണം. കാത്തിരിപ്പ് പറഞ്ഞൊക്കെയാണെങ്കിൽ പിടിക്കുന്ന ടൈമിൽ തന്നെ ജസ്റ്റ് നമ്മുടെ ലൈനുമ്മൽ എന്താവണം, കൈ ഉണ്ടാവണം. മീനിങ്ങനെ കൊത്തുന്ന ടൈമിൽ നമ്മുടെ ലൈനുമ്മലാണ് അറിയാം. ഇതിങ്ങനെ ഇത് നോക്കാം. അപ്പം തന്നെ കൊത്തു നോക്കാം. വലിയ പരക്കുള്ള അടിയില്ല കേട്ടോ. മെയിനായിട്ട് ഇപ്പോൾ ഈ കതിരാനും ഏട്ടൊക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. അതായത് നോക്കുക കുറച്ചേരം ഇതിങ്ങനെ തട്ടുമ്പോൾ നമുക്ക് ഈ കയ്യിൽ ഇങ്ങനെ അറിയാൻ പറ്റും. വെറുതെ അങ്ങനെ പിടിച്ചൊക്കെയാണെങ്കിൽ ഭയങ്കര ഹെവി മീനുകളാണെങ്കിൽ നമുക്ക് റോഡിൻ്റെ ടിപ്പിൽ തന്നെ അറിയാം. എല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിങ്ങനെ ഇതാക്കുക. അതിൽ തന്നെ ഈ തിരയിൽ ഇങ്ങനെ ചൂണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക മീൻ തട്ടുന്ന വരെ. എന്താ തക്കം നോക്കിയാണ് നമ്മുടെ കതിരാൻ. നല്ല മാർക്കറ്റിങ്ങുള്ള മീനാണ് കേട്ടോ. അത് വലിപ്പം കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടുകയാണ്. അയ്യോ പൂയാൻ, കതിരാൻ, മണപ്പൂയാൻ, അങ്ങനെ പല പേരുണ്ട്. അവളെ അറിഞ്ഞ് ഇടക്ക് വന്നിട്ടുണ്ട്. എന്താ തിളക്കം നോക്കിയാണ്, തിന്നാനൊരു വെളുത്ത കാമ്പാക്കാം ഇത് വരുന്നു. ഇതേപോലൊക്കെ ചൂണ്ടിടുന്നതിൻ്റെ ഇടയിൽ ഒരുത്തം വന്നിക്ക് നോക്കിയാൽ നിൽക്കടാ അവിടെ. ഞാൻ എന്തെങ്കിലും മീനിൻ്റെ വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഇട്ടേച്ച് പോയിണോന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്നുണ്ട് കേട്ടോ. പറ്റിച്ചഞ്ഞി ഇല്ല, ഇവനിത് എന്തിനുള്ള പുറപ്പാട്? അങ്ങോട്ട് നോക്കിയാണീ അല്ല കുട്ടിയെ, ഇത് എന്തിനുള്ള പുറപ്പാടാ? ഓനാക്കണ കടൽക്കുള്ളതാണ് കേട്ടോ. കയറി പോടാ അവിടുന്ന്. ഇവിടെ തോന്നുന്നു വേലേട്ടാ. ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുന്ന് സ്ഥലം കാണാൻ. ആരാ സൂര്യപൂയ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഞണ്ടിനെ കിട്ടി നോക്കിയാ നിങ്ങള് ഇതുണ്ടോ? ഞണ്ട് പറഞ്ഞതാണ്. ഇത് ഒരു ഞണ്ടല്ല സംഭവം, 2 അതിന്റെ കാലും കൂട്ടിയിട്ടാണ് മറ്റേ ഞണ്ട് പിടിച്ചത്. അതിന്റെ ഞണ്ടിനാണ് ആയിരുന്നില്ലേ ഒരു വെറൈറ്റി. അവിടെ മാൽച്ചൂണ്ടൊക്കെ ആണ് കേട്ടോ. അടിപൊളി. അയ്യവാ മുത്തുവിനവിടെ ഒന്ന് അടിച്ചാണ് കേട്ടോ. എന്താ സാധനം? മുത്തു കൂട്ടത്തിൽ വെച്ച് വലിയ മീനെ പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും ആശീർവദിക്കുക. നമ്മുടെ മുട്ടിക്കോരയാണ് കേട്ടോ. എത്താ നിങ്ങളെ പേരെത്താ? 2 പേര് അറി. അത് നാണായോ? എത്ര പേര്?
ഏ ഷാബിത്ത് മോസിന്. ആ എത്ര ക്ലാസ്സിലാ? അംഗൻവാടി പോകണ്ടോ? സ്കൂളിലോ? 3-ാം ക്ലാസ്സിലോ? പഠിച്ചോ? 1-ല്. എൻ്റെ ഇതിലുണ്ടല്ലേ, ഇത് സാള് മാറിയിട്ടാ. മുത്തൂന് ഇവിടെ ആരാണെന്ന് നോക്കാം. കതിരാൻ നല്ല വലിയാണ്, ഭയങ്കരം തന്നെ. വീണ്ടും നമ്മുടെ സ്വന്തം കതിരാൻ ഹേ.